നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ച കോൺഗ്രസ് വൃത്തങ്ങളിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് തൊട്ടടുത്താണ്. ഇവിടെ നമുക്കൊരു ഫ്ലെക്സ് കാണുവാൻ സാധിക്കും. കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നാണ് ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. അതിന് തൊട്ടു താഴെ കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി ദ റിയൽ ലീഡർ എന്നും എഴുതിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടു താഴെ ഈ ഫ്ലെക്സ് ആരാണ് വെച്ചിരിക്കുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് നിലവിലിപ്പോൾ ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് തലസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നാണ് ഫ്ലെക്സിലെ വാചകം. കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി എന്നും ഫ്ലെക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ കൂടാതെ DCC ഓഫീസ് പരിസരത്തും ആണ് ഇത്തരത്തിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചാണ് കൈക്കൊള്ളുക എന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നും എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനത്തോടും താൻ യോജിച്ച് നിൽക്കുമെന്നും KC ഇക്കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തിരുന്നു. മതത്തിൻ്റെ പേരിൽ കേരളത്തെ വിഭജിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്നും അദ്ദേഹം വിലയിരുത്തി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും KC വേണുഗോപാൽ പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സുകൾ തലസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചിലർ പറയുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന്, മറ്റു ചിലർ പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന്. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം തന്നെ മുഖ്യമന്ത്രി ആരാകണം അല്ലെങ്കിൽ ആരാകുമെന്നുള്ള കസർത്തെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത്, ഇവിടെ KC പറഞ്ഞിരിക്കുന്നത് 10 വർഷത്തെ LDF ഭരണത്തിനെതിരായ ശക്തമായ ജനവികാരമാണ് ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നാണ്. ഭരണത്തിലെ ധിക്കാരം, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരായ പ്രതിഷേധമാണ് UDFന് അനുകൂലമായി മാറിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. CPMൽ നിന്ന് വിട്ടുനിന്ന നേതാക്കളെ UDF സ്ഥാനാർത്ഥികളാക്കിയത് വലിയ രാഷ്ട്രീയ നേട്ടമായതായും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചർച്ച. മുഖ്യമന്ത്രി ആരായിരിക്കും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ ഫ്ലെക്സുകൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി VD ആകുമോ, VD സതീശനാകുമോ, രമേശ് ചെന്നിത്തലയാകുമോ, KC വേണുഗോപാൽ ആകുമോ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. വല്ലാത്തൊരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഒരു സമിതിയെ നിയോഗിച്ച ശേഷം മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യം തീരുമാനിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.